ഈ കൂടാരത്തിനില്ല. തഹസുകൾ കൊണ്ടൊക്കെ മൂടിവിരിയൊക്കെ വെച്ച് മൂടി പലകയൊക്കെ വെച്ച് അടിച്ച എപ്പോൾ വേണമെങ്കിലും ഇളക്കിയെടുക്കാവുന്ന, എപ്പോൾ വേണമെങ്കിലും ഇളക്കി കൊണ്ടുപോകാവുന്ന ഒരു കൂടാരമാണ്. പക്ഷെ ഈ കോരഹ് പുത്രന്മാർ ഈ കൂടാരത്തിലേക്ക് നോക്കിയിട്ട് അവർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. തിരുനിവാസം, ഈ കൂടാരത്തിന് തിരുനിവാസം എന്ന് പേരുണ്ട്, സമാഗമന കൂടാരം എന്ന് പേരുണ്ട് അല്ലേ. അപ്പോ ഈ തിരുനിവാസം കണ്ടിട്ട് അവർ പറയാണ്, ദൈവമേ ഇത് എത്ര മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂടാരത്തിന്റെ ഭംഗിയല്ല അവർ കാണുന്നത്, അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം. കൂടാരത്തിന് വലിയ ഭംഗിയൊന്നുമില്ല അല്ലെ, പറയത്തക്ക വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഈ കൂടാരത്തിന് വേണ്ടത്ര ഭംഗിയില്ലെങ്കിലും ഇതിനെ ഭംഗിയുള്ളതാക്കുന്ന ഒന്നുണ്ട്. അത് ഈ കൂടാരത്തിന്റെ അകത്താണ്. ദൈവത്തിന്റെ പെട്ടകം, അല്ലെങ്കിൽ 10 പ്രമാണങ്ങൾ വെച്ചിരിക്കുന്ന, അഹറോന്റെ വടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടകമുണ്ട്. ആ പെട്ടകത്തിന്റെ മൂടുവിരിയുണ്ട്. ആ മൂടുവിരിയുടെ മുകളിലായിട്ട് 2 സറാഫുകളെ പണിതു വെച്ചിട്ടുണ്ട്. ആ സറാഫുകളുടെ മധ്യത്തിലാണ് അവൻ, കെരൂബുകളുടെ മധ്യ വസിക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടിയുടെ അകത്തല്ല, അവൻ ആ പെട്ടിയുടെ മൂടുവിരിയുടെ മുകളിൽ സറാഫുകളുടെ നടുവിൽ ഒരു ദൈവീക സാന്നിധ്യം വെളിപ്പെടും. അതാണ് ആ കൂടാരത്തിന്റെ ഭംഗി എന്ന് പറയുന്നതാണ്. ഇത് കോരഹപുത്രന്മാർക്ക് കാണാൻ പറ്റില്ല. അതാണ് ഒരു നിർഭാഗ്യമായ അവരുടെ ജീവിതത്തിലെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും താല്പര്യത്തോടെ ദൈവത്തെ കാണാനുള്ള ആകാംക്ഷയുണ്ടെങ്കിലും ഇതൊന്നും കാണാൻ അവർക്ക് പറ്റില്ല. കാരണം ഇത് അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പെട്ടകത്തിന്റെ മുകളിൽ ഇറങ്ങുന്ന ദൈവസാന്നിധ്യമാണ്. അതൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഈ കോരഹപുത്രന്മാർ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്നിട്ട് പറയുന്നു, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോയി. പ്രാകാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പള്ളിയുടെ കോമ്പൗണ്ടാണ് പ്രാകാരം. ഈ പ്രാകാരങ്ങളിൽ നിന്നിട്ടാണ്, വാതിൽക്കാവൽക്കാരാണ് ഇവര്. അപ്പൊ പ്രാകാരങ്ങളിൽ നിന്നിട്ട് അവർ പറയാണ്, ദൈവമേ അങ്ങയുടെ പ്രാകാരങ്ങളെ പോലും ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അത്രത്തോളം ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 27-ന്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 27-ന്റെ 10. സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? സങ്കീർത്തനം 27-ന്റെ 10-ആണോ വായിക്കാം? ഇവിടെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്ത് ചെയ്യും? എന്നെ ചേർത്തുകൊള്ളും. ഈ കോരഹ് പുത്രന്മാരുടെ ജീവിതത്തിന്റെ പുറകിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പന്റെ ചുവട് പിടിച്ചല്ല ഇവര് പോയത് അല്ലെ, പിതാവിന്റെ ചുവട് പിടിച്ചല്ല ഇവര് പോയത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ചുവട് പിടിച്ചാണ് പോയത്. അതുകൊണ്ട് ദൈവകോപത്തീയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു അല്ലെ, ദൈവകോപത്തീയിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൻ അവരൊക്കെ വേറെ വഴിക്ക് പോയി. കോരഹ് അവരുടെ പുത്രന്മാർ, കോരഹല്ല അവരുടെ പുത്രന്മാര്, അവരെന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ തന്നെ അടിയുറച്ചു നിന്നു. ആമേൻ. അപ്പനും ഉപേക്ഷിച്ച പോലെ, അല്ലെങ്കിൽ അവരെ ഇനി കാണാൻ കഴിയില്ല. അവരെല്ലാം ഭൂമി വാവിളർന്ന് അവരെല്ലാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ്. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്. ദാവീദിന്റെ ആഗ്രഹങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ? ദാവീദിന്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ആലയത്തിൽ ഇനിയുള്ള കാലം ജീവിക്കുക, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ജീവിക്കുക. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് ചേർന്നിരിക്കുക, ദൈവസന്നിധിയോട് ചേർന്നിരിക്കുക, ദൈവമായിട്ട് നല്ല ബന്ധത്തിലേക്ക് ആയിട്ട് ആ ബന്ധത്തിൽ തുടർന്നുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ അഭിലാഷം എന്ന് പറയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ആ ഒരു ആഗ്രഹത്തെയാണ് ദാവീദ് വെളിപ്പെടുത്തുന്നത്. അതേപോലത്തെ ഒരു ആഗ്രഹം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. എന്താണ്? ആ തിരുനിവാസത്തെ വാഞ്ചിച്ചു മോഹിച്ചു പോകുകയാണ്. ആലയത്തിന്റെ ആ പ്രാകാരങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് അതിനെ ആഗ്രഹിച്ചു വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് ശരിയായ തർജിമയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് മറ്റെന്തിനേക്കാളും
മറ്റെന്തിനേക്കാളും ആഗ്രഹിച്ചു പോകുന്നു എന്നാണ്, മറ്റെന്തിനേക്കാളും വാഞ്ചിച്ചു പോകുന്നു എന്നാണ് അതിന്റെ ശരിയായ ആ മീനിങ്. എങ്ങനെയാണ്? മറ്റെന്തിനേക്കാളും, വേറെ വിലപിടിപ്പുള്ള എന്തിനേക്കാളും, അവരുടെ മുമ്പിൽ എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാലും അതിനേക്കാളുമേറെ ഈ ദൈവ സാന്നിധ്യത്തെ വാഞ്ചിക്കുന്ന ഒരു മനോഭാവം, മറ്റെന്തിനേക്കാളും ഈ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു മനോഭാവം. അതിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠങ്ങളെ തന്നെ. അപ്പോൾ ഈ യാഗപീഠങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ പ്രാകാരങ്ങളിൽ നിന്നിട്ട് യാഗപീഠങ്ങളിലേക്ക് നോക്കുമ്പോൾ കോരഹപുത്രന്മാർക്ക് കാണാൻ കഴിയുന്നത് ഈ യാഗപീഠമാണ്. അല്ലെങ്കിൽ ഈ തിരുനിവാസത്തിന്റെ ആ വാതിലിൽ നിന്നുകൊണ്ട് വാതിലിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രാകാരങ്ങളിൽ ഇരിക്കുന്ന ഈ യാഗപീഠത്തെയാണ് ആദ്യമായിട്ട് കാണുന്നത്. യാഗപീഠം, ഈ യാഗപീഠത്തിലേക്ക് നോക്കിയിട്ട് അവർ പറയാണ്, ഇതാ കുരുകിലും കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ ആ യാഗപീഠത്തിന്റെ അരികിലൊക്കെ അതിന്റെ ആശ്രയം കണ്ടെത്തിയിരിക്കുകയാണ്. തീ ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. തീ എന്ന് പറയുന്നത് എല്ലാം ചാമ്പലാക്കി കളയുന്ന ഒന്നാണ്. പക്ഷെ അങ്ങനെ ഉയർന്നു പോകുന്ന ആ തീയിലും അവർ ആ തീയുടെ ആ മധ്യത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ സൈഡിലൂടെ ഒക്കെ പറന്ന് അതിന്റെ അരികിൽ ഒരു കൂടുണ്ടാക്കിയിരിക്കുകയാണ്. യാഗപീഠത്തിന്റെ അരികിൽ ഇങ്ങനെ കൂടുണ്ടാക്കിയിരിക്കുകയാണ്. ആ കൂടിലാണ് അല്ലെങ്കിൽ അവർ വിശ്രമിക്കുന്നത്. അവിടെ അവരെ ശല്യപ്പെടുത്താൻ ആരുമില്ല, ആരും അവരെ ഉപദ്രവിക്കാൻ വരുന്നില്ല. അപ്പൊ കോരഹപുത്രന്മാർ നോക്കിയപ്പോൾ എത്ര സുരക്ഷിതത്വമായിട്ടാണ് ആ കുരുവികൾ അവിടെ ജീവിക്കുന്നത്. ഇത്ര പ്രതികൂലമായ ഒരു സാഹചര്യമാണ്, ചൂട് അല്ലേ, എപ്പോഴും അഗ്നിജ്വാലകൾ, എപ്പോഴും കനലെരിയുന്ന ഒരു യാഗപീഠമാണ്. പക്ഷെ ആ കനലെരിയുന്ന യാഗപീഠത്തിലും അവർ അവരുടെ സമാധാനം കണ്ടെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പല പ്രതികൂലങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായാലും നാം സമാധാനം കണ്ടെത്തേണ്ടത് നമ്മുടെ ക്രിസ്തുവിലാണ്, അല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ഒരു ജീവിതമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തും സംഭവിക്കാവുന്ന ഒരു ലോകമാണിത്. എന്നാൽ അവൻ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യാശയ്ക്ക് വക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പ്രതികൂലത്തിലും എനിക്ക് ആശ്രയമായിട്ട് എൻ്റെ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. ആമേൻ. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ ദൈവത്തെ ആഴമായി സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള ബന്ധം ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അതിന്റെ താഴേക്കുള്ള വചനങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതിന്റെ താഴേക്കുള്ള വചനങ്ങൾ എന്നിട്ട് കോരഹപുത്രന്മാർ ഇങ്ങനെ നോക്കുമ്പോൾ പുരോഹിതന്മാരായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. പുരോഹിതന്മാർ അല്ലെ, ഒരു ഗോത്രം തന്നെ പുരോഹിത വർഗമാണ്. 12 ഗോത്രത്തിൽ ഒരു ഗോത്രത്തിൽ മുഴുവനും അല്ലെ, ലേവ്യ ഗോത്രം, അത് മുഴുവനും പുരോഹിതന്മാരാണ്. അവർക്ക് ആലയത്തിന്റെ അകത്തേക്ക് കടന്നു പോകാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അവർക്കാണ് ഈ ആലയത്തിന്റെ അകത്ത് കടന്നുപോയി അല്ലെ, ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് കടന്നു പോകാനുള്ള സാഹചര്യവും ഉണ്ട്. അപ്പോൾ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവര് മാത്രമേ അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടുള്ളൂ. അത് മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുള്ളൂ. അപ്പൊ അതെല്ലാം കണ്ടിട്ട് കോരഹപുത്രന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാര്, അല്ലെ? കർത്താവിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ഒരു ആളെ നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. ഒരു അമ്മച്ചിയാണ്, ഹന്ന എന്നാണ് അമ്മച്ചിയുടെ പേര്. പുതിയ നിയമത്തിലുള്ള ഹന്ന മിസ്. വളരെ വയസ്സുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. അപ്പൊ ഈ അമ്മച്ചി അതിന്റെ പ്രായം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 84 വയസ്സല്ലേ? 84 സംവത്സരം. അപ്പോ വയസ്സ് ചെന്ന് വാർദ്ധക്യത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് 84-ലൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ്, അല്ലേ? കാരണം ലോകത്തിന്റെ ആയുസിന്റെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനൊക്കെ വളരെ ചെറു പ്രായത്തിൽ തന്നെയൊക്കെ, അല്ലേ? അപ്പൊ യേശുവിന്റെ കാലത്ത് ഒരു അമ്മച്ചി,
അമ്മച്ചി എന്താണ് ദൈവാലയം വിട്ടു പിരിയാതെ അല്ലെ കർത്താവിന്റെ ആ ആലയത്തോട് ചേർന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു. അപ്പൊ കോരഹ് പുത്രന്മാരുടെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് ഈ ആലയം വിട്ട് പിരിയാതെ ഈ ആലയത്തിൽ തന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ ദാവീദ് രാജാവായിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും ആലയത്തിന്റെ അകത്ത് കയറി ഇരിക്കുവാൻ സാധ്യമല്ല. പക്ഷെ ദൈവത്തെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ടാണ് തന്റെ യാത്ര മുഴുവൻ. കോരഹ് പുത്രന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രാകാരങ്ങളെ വിട്ടൊന്നും അകത്തേക്ക് കയറുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അവർ പ്രാകാരങ്ങളിൽ അതിന്റെ കാവൽക്കാരായി നിലകൊള്ളുകയാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു അമ്മച്ചിയുടെ നല്ല പ്രായം മുഴുവനും ആലയത്തിൽ തന്നെ ചെലവഴിച്ചത്. എന്താണ്? ഉപവാസത്തോടും പ്രാർത്ഥനയോടും. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു അറിയാമോ? രക്ഷകനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് അല്ലേ? ആർക്കും അമ്മച്ചിയുടെ ആയുസിലൊക്കെ ഉള്ള ചില അമ്മച്ചിമാരൊക്കെ മരിച്ചുപോയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഈ അമ്മച്ചി എന്ത് ചെയ്തു? ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആ യേശുവിനെയും ന്യായപ്രമാണത്തേക്ക് അനുസരിച്ച് അതിന്റെ പ്രമാണങ്ങളെല്ലാം എന്താണ് പാലിച്ച് ജീവിച്ച് എപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അമ്മച്ചിക്കേണ്ട ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ, ആ കുഞ്ഞായിരിക്കുന്ന യേശുവിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ആരെയും വിട്ടുപിരിയാത്ത ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ കോരഹപുത്രന്മാരുടെ ഉള്ളിലുണ്ടാകുന്ന വലിയൊരു സന്തോഷം. എന്നിട്ട് കോരഹപുത്രന്മാർ പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ രണ്ട് ഭാഗ്യവാന്മാരെ നമ്മൾ കണ്ടു. എന്താണ്? നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാന്മാർ അല്ലെ? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ യേശു പറയുന്ന കുറെ ഭാഗ്യവാന്മാരുണ്ട് അല്ലെ? ഒത്തിരി ആത്മാവിൽ ദരിദ്രരായവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാര്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാര്. കർത്താവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നല്ലോ, 2 കോടി രൂപ ബാങ്കിലുള്ളവർ നിങ്ങളാണ് ഭാഗ്യവാന്മാർ അല്ലേ? കാരണം എത്ര തലമുറയ്ക്ക് ജീവിക്കാം അല്ലേ? യാതൊരു രോഗങ്ങളുമില്ല, യാതൊരു കഷ്ടപ്പാടുമില്ല, സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ട് കർത്താവ് സഹോദര നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, കർത്താവ് അവരെയൊക്കെ നോക്കുമ്പോൾ അവരെയല്ല ഭാഗ്യവാന്മാരായിട്ട് കാണുന്നത്. ലോകം കാണുന്ന ഭാഗ്യവാന്മാർ അങ്ങനെയാണ്. ലോകം കാണുന്ന ഭാഗ്യവാന്മാരെന്താണ്? ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുക, എല്ലാം സ്മൂത്തായിട്ട് പോവുക അല്ലേ? ചിലപ്പോൾ ഒരു ലോട്ടറിക്ക് എടുക്കും, അത് ബമ്പർ അടിക്കുകയും ചെയ്യും. കാരണം അവർക്ക് അത് ആവശ്യമായിട്ടല്ല അല്ലേ? അപ്പൊ എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയും അവർ ഭാഗ്യവാന്മാരാണെന്ന് പറയും. എന്നാൽ നമ്മൾ ഈ പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ സുവിശേഷ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോടീശ്വരന്മാരെയൊക്കെ കർത്താവ് പറഞ്ഞേക്കണത് അവരൊന്നും ഭാഗ്യവാന്മാരായിട്ടല്ല പറഞ്ഞേക്കണത്. ഇതൊക്കെ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കൂ, സ്വർഗത്തിൽ നിക്ഷേപിക്കൂ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവരൊന്നും ഭാഗ്യവാന്മാരുടെ ഗണത്തിന് പെടുത്തിയിട്ടില്ല അല്ലേ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ ഭാഗ്യവാൻ, ഞാൻ കർത്താവ് പറഞ്ഞ ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ എങ്ങനെയാണ്? അവൻ ഈ വിധത്തിലൂടെ പോകുന്ന, അവര് ഭാഗ്യമില്ലാത്തവരെന്നല്ല, അവരും രക്ഷകനെ ഉള്ളത്തിൽ കൈക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്കും ഒരു ഭാഗ്യമുണ്ട്, നിത്യതയിൽ എത്തിച്ചേരും അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നു, അവൻ അങ്ങനെ തകർച്ചയിലൂടെ അല്ലെങ്കിൽ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവരെ നോക്കിയിട്ട് കർത്താവ് അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളാണ് ശരിക്കുമുള്ള ഭാഗ്യവാന്മാരും. കാരണം കർത്താവ് എന്താ കാണുന്നതെന്ന് അറിയാമോ? കർത്താവ് അവരെ കാണുമ്പോൾ തന്നെ അവരുടെ നിത്യതയും കൂടി കാണുകയാണ് അല്ലേ? കർത്താവ് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖം മാത്രമല്ല കാണുന്നത്, അവരുടെ നിത്യതയും കൂടി കാണുകയാണ്. അപ്പോഴാണ് കർത്താവിന് കുറച്ചും കൂടി അല്ലെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, ഉള്ളത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം വന്നിട്ട് നീയാണ് ഭാഗ്യവാൻ, നിങ്ങളാണ് ഭാഗ്യവാന്മാരെന്നുള്ള ആ ഒരു. അപ്പൊ ലോകം പറയുന്നതല്ല, ലോകം പറയുന്ന ഭാഗ്യവാന്മാരല്ല, കർത്താവിന്റെ ഹൃദയപ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിന്റെ ഹൃദയപ്രകാരം അല്ലെങ്കിൽ കർത്താവിന്റെ നിലവുകൾക്കനുസരിച്ച് ജീവിക്കുക. ഈ ലോകത്ത് നമുക്ക് സകല നന്മകളും ഉണ്ടാകുമ്പോൾ തന്നെ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. കോരഹപുത്രന്മാർ പറയുന്നു, ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ശരീരത്തിന്റെ ആരോഗ്യം വന്നിട്ടുള്ള ബലമല്ല, ഒരു ദൈവീക ബലമുണ്ട്.
സ്തോത്രം. അത് ദൈവ കൃപയിൽ ആശ്രയിച്ചൊരു ബലമുണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചൊരു ബലമുണ്ട്. അപ്പോ ആ ബലം അല്ലേ, നമ്മുടെ ശരീരം ചിലപ്പോൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുള്ളൂ, പക്ഷെ ഉള്ളിലത്തെ ഒരു മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യൻ, അവൻ ഇങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ കോരഹപുത്രന്മാർ പറയുന്നു, ബലം ഉള്ളിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ, അവനെ തകർക്കാൻ പറ്റില്ല. പുറമേ ബലമുള്ളവനൊക്കെ തകർന്നു പോകും, അല്ലെങ്കിൽ തകർക്കാൻ പറ്റും, പക്ഷെ അകമേ ബലമുള്ളവൻ അല്ലെങ്കിൽ അകത്ത് ബലമുള്ളവനെ തകർക്കുവാൻ സാധ്യമല്ല. അല്ലെ, പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തിയപ്പോൾ യോഹന്നാന് പുറമേ ബലമൊന്നുമില്ല, പക്ഷെ അകത്ത് ബലമുള്ളവനാണ്. അല്ലെ, ഭക്തന്മാരുടെ അകം എന്താണ്? കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ ജീവിക്കുന്നവരുടെ ഉള്ളം ബലപ്പെട്ടതായിരിക്കും. അപ്പോ കോരഹപുത്രന്മാർ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ എന്താണ്? അവൻ ഭാഗ്യവാനാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അല്ലെ, സിയോനിലേക്കുള്ള വലിയൊരു ഹൈവേ വെട്ടി തുറന്നിട്ടിരിക്കുകയാണ്. സിയോനെ കുറിച്ച് നമ്മൾ പറയുന്നത് ശമൂവേലിന്റെ പുസ്തകം, 2 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ഈ സിയോൻ കോട്ട പിടിച്ചെടുത്തു എന്നുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. സിയോൻ കോട്ട യെബൂസ്യരുടെ പട്ടണമായ, അല്ലെങ്കിൽ യെബൂസ്യർ താമസിച്ചുകൊണ്ടിരുന്ന സിയോൻ കോട്ട എന്ത് ചെയ്തു? ദാവീദ് പിടിച്ചെടുത്തു. അവർ യെബൂസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, ഹാമിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട യെബൂസ്യർ, കാനാന്റെ മകനായ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ വംശ പരമ്പരയിൽ വരുന്ന ആളുകളാണ് യെബൂസ്യർ. അപ്പൊ ഇവരിങ്ങനെ കോട്ട കെട്ടി താമസിക്കുകയായിരുന്നു. ഇസ്രായേലിൽ കോട്ട കെട്ടി താമസിച്ച് വലിയ പ്രതികൂലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? ദാവീദ് ആ കോട്ട പിടിച്ചെടുത്തു. അങ്ങനെ അതിന്റെ പേരൊക്കെ മാറി, പേരൊക്കെ കുറച്ചുകൂടി ഭംഗിയായി, എന്നാണ് സിയോൻ അല്ലെ. പിന്നെ ഒരിക്കൽ ദാവീദ് അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നും പെട്ടകമൊക്കെ കൊണ്ടുവരുമ്പോ ഈ സിയോനിലേക്കാണ് പെട്ടകം കൊണ്ടുവന്നത്. അപ്പോ സിയോന് കുറച്ചുകൂടി മഹത്വമാണ്. പിന്നെ സിയോന്റെ എന്താണ് നമ്മള് കാണുന്നുണ്ട്, അബ്രഹാമിന്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന മോറിയ മലയൊക്കെ, അതിന്റെ മലയുടെ ആ ഒരു ബൗണ്ടറിയൊക്കെ വരുന്നത് ഈ ഭാഗമാണ്, സിയോൻ മലയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സിയോന്റെ കുറച്ചും കൂടി വ്യാപ്തിയായി. പിന്നെ പറഞ്ഞപ്പോ യെരുശലേമിനെ നമ്മൾ സിയോൻ എന്ന് പറയാറുണ്ട് അല്ലേ. യെരുശലേമിനെ പോലും സിയോൻ, അല്ലെങ്കിൽ യെരുശലേം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലും അതിന്റെ മറ്റൊരു പേരായിട്ട് കൂടി നമ്മൾ പറയാറുണ്ട്, സിയോൻ, യെരുശലേം, ദൈവത്തിന്റെ നഗരം. അപ്പൊ സിയോനിലേക്കുള്ള പെരുവഴി, സ്വർഗീയ സിയോൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്വർഗീയ സിയോൻ, വെളിപ്പാട് പുസ്തകത്തിൽ പോലും സിയോനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ സിയോൻ എന്നുള്ള ഒരു പദം, അല്ലെങ്കിൽ സിയോനിലേക്കുള്ള യാത്ര, ഒരു വെളിപ്പാടിനാൽ കോരഹപുത്രന്മാർ, അന്ന് ദാവീദൊന്നും ജനിച്ചിട്ട് പോലുമില്ല, വെളിപ്പാടിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതി വെച്ചിരിക്കുകയാണ് സിയോനിലേക്കുള്ള ഒരു പെരുവഴിയുണ്ടെന്ന്. അല്ലെ, ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് സിയോനിലേക്ക് ഒരു പെരുവഴിയുണ്ട്, അത് നിത്യതയിലേക്കുള്ള ഒരു പെരുവഴിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ ഉള്ളത്തിൽ വഹിക്കുന്നവർക്ക് അവനൊരു പെരുവഴിയുണ്ട്, അത് സിയോനിലേക്കുള്ള ഒരു വഴിയാണ്. അത് സിയോനിലേക്ക്, അത് നിത്യതയിലേക്കുള്ള ഒരു വഴിയാണ്. അവൻ കണ്ണുനീർ താണലിൽ കൂടി കടക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അതെന്ത് ചെയ്യുന്നു? അനുഗ്രഹപൂർണമാകുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവി ചായ്ക്കണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അതിനുശേഷം കോരഹപുത്രന്മാർ പറയുകയാണ്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ വാക്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം കോരഹപുത്രന്മാർ കണക്കാക്കുന്നത് 1000 ദിവസങ്ങൾക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രാകാരങ്ങളിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം, ഈ വാതിൽ കാവൽക്കാരനെ പോലെ അവിടെ നിന്നിട്ട് അകത്തു വരുന്നവരെയും പുറത്തു പോകുന്നവരെയൊക്കെ നോക്കി നിൽക്കുന്ന ആ ഒരു കാവൽക്കാരനെ പോലെ നിന്നിട്ട് കോരഹപുത്രന്മാര് അതിന്റെ പ്രാകാരങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നാണ്. എന്നാൽ ഈ പ്രാകാരം കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്ഥലമുണ്ട്, എന്താണ്? ദൈവത്തിന്റെ ആലയം അല്ലെ. ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് വിശുദ്ധ സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ പിന്നെയും കിട്ടാതെ വരും. 1000 ദിവസങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ 10,000 ദിവസം എന്നൊക്കെ പറയേണ്ടി വരും.
അല്ലേ? പിന്നെയും കുറച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും വാക്ക് കിട്ടൂല. കാരണം എത്ര ദിവസത്തോടെ അതിന് ഒരു ദിവസത്തോടും തുല്യപ്പെടുത്താൻ പറ്റില്ല. കാരണം കോടിക്കണക്കിന് വർഷങ്ങളെ തുല്യപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോ കോരഹപുത്രന്മാർ പറയുന്നു, ആ പ്രാകാരങ്ങളിൽ പോലും കഴിക്കുന്ന ഒരു ദിവസം അത് 1000 ദിവസത്തേക്കാൾ വലിയതാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോ കോരഹപുത്രന്മാര് അവർക്ക് ഒരിക്കലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസം സാന്നിധ്യം പറയുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അതൊന്നും അവർക്ക് ജീവിതത്തിൽ കാണാൻ പോലും കഴിയില്ല. അവരെയൊക്കെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് അവരുടെ സന്തോഷം അടക്കാൻ പറ്റില്ല. അവർക്ക്, അല്ലെ? സന്തോഷം അടക്കാൻ പറ്റില്ല. അത്രത്തോളം സന്തോഷമായിരിക്കും ഈ നിവാസത്തിന്റെ, അല്ലെങ്കിൽ ഈ തിരുനിവാസത്തിന്റെ അരികിൽ എനിക്ക് എത്താൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരിക്കും, അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്ഥാനത്താണ് ദൈവം പുതിയ നിയമസഭയിലെ, അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുക്കപ്പെട്ട നമ്മളെ നിർത്തിയിരിക്കുന്ന എവിടെയെന്നറിയാമോ? ഈ തിരുനിവാസത്തിന് മുൻപിലാണ്. അതായത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള സ്വീകാര്യത, അല്ലേ? അവിടെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കതിന്റെ വില പലപ്പോഴും നമുക്ക് അറിയില്ല. നമ്മളതിനെ അവഗണിച്ച് കളയാണ്, അറിയാൻ ശ്രമിക്കുന്നില്ല. അത്രത്തോളം, അല്ലെ? പഴയ നിയമ പുരോഹിതന്മാർ ആഗ്രഹിച്ചിരുന്നു, സാധാരണ പുരോഹിതന്മാര് ആഗ്രഹിച്ചിരുന്നു ഒരു മഹാപുരോഹിതനായിട്ടെങ്കിലും ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്, അല്ലെ? മഹാപുരോഹിതനായിട്ട് ജനിച്ച അകത്തേക്ക് പോകാം, പക്ഷെ അതിന് പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടെ ജീവിക്കുന്ന പുരോഹിതന്മാരുണ്ടാവും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ ഒന്ന് എടുക്കാമോ? മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 50-51 വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 50-51 വാക്യങ്ങൾ. യേശുവിന്റെ മരണസമയവുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ്. യേശു എന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീലയ്ക്ക് എന്താണ് സംഭവിച്ചത്? മേൽത്തൊട്ട് അടിയോളം രണ്ടായി കീറി മുറിയപ്പെട്ടു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, തന്റെ ദേഹമെന്ന തിരശീല, അല്ലേ? അപ്പൊ ആ തിരശീല ക്രിസ്തുവിന് ഒരു നിഴലായി അവിടെ നിലകൊള്ളുകയാണ്. തന്റെ ദേഹമെന്ന തിരശീല കീറുന്നത് പോലെ അത് കീറി, അക്ഷരാർത്ഥത്തിൽ അത് കീറി, അല്ലേ? അപ്പോ ന്യായപ്രമാണത്തിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അതും എഫേസ്യ ലേഖനത്തിലുള്ള ഒരു വാക്യമാണ്. ഇതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, അത്രയും നാൾ അങ്ങനെ വിളിക്കാനുള്ളൊരു യഹൂദന്മാർ അതിന് മുതിർന്നില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ മുതിർന്നില്ല. യേശു പിതാവേ എന്ന് വിളിച്ചിട്ട് പോലും അവർക്ക് നീരസമാണ് ഉണ്ടായത്. യേശുവിനോട് കടുത്ത നീരസമാണ് ഉണ്ടായത്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി തുറന്നു തന്ന എന്താണ്? ആ പിതാവിന്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവം ഇറങ്ങുന്ന നിവാസത്തിന്റെ അരികത്തേക്ക് കയറി ചെല്ലുവാൻ എന്താണ്? അവന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ആമേൻ കീറി മുറിച്ച് അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ, അല്ലേ? യേശുവിന്റെ സന്നിധിയിലേക്ക് നാം വില അറിയണം പ്രിയപ്പെട്ടവരെ. യേശു നമുക്ക് വേണ്ടി അവൻ ചെയ്ത വില നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതിന് താഴേക്കൊന്ന് വായിച്ചു. യേശുവിന്റെ മരണം സംഭവിക്കുകയാണ്. പ്രപഞ്ചത്തിന് പോലും താങ്ങാൻ പറ്റുന്നില്ല. ഭൂമി കുലുങ്ങുന്നു, പാറകൾ പിളരുന്നു, കല്ലറകൾ തുറക്കപ്പെടുന്നു, മരിച്ചുപോയ അനേക വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേറ്റു. അത് പുനരുദ്ധാനത്തിന് ശേഷം അവയെല്ലാം ഉയർത്തെഴുന്നേറ്റു. പക്ഷെ പ്രകൃതിയിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അല്ലെ? കൂരിരുട്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂരിരുട്ട്, അല്ലെ? അങ്ങനെ വായിക്കാനകത്ത് കേട്ടില്ല. കൂരിരുട്ട്, അല്ലെ? കൂരിരുള്. യേശുവിന്റെ മരണസമയത്ത്, യേശുവിന്റെ മരണം എന്ന് പറയുന്നത് കൃത്യം 12 മണി ആയപ്പോഴേക്കും, അല്ലെ? ഉദിച്ച സൂര്യൻ കൃത്യം നെറുകയിൽ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? യേശുവിന്റെ മരണം സംഭവിക്കുകയാണ്. പിതാവ് എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്വന്തം തോളിൽ തല ചായ്ച്ച് യേശു തന്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതായത് 12, 1, 2, 3 മണിക്കൂറാണ് യേശു ക്രൂശിൽ കിടക്കുകയാണ്. 3 മണിയോടകം 12 മണി ടു 3 മണിയോടകമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യേശുവിന്റെ മരണവും ഈ അവസ്ഥകളെല്ലാം സംഭവിക്കുന്നത് 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഫ്ലേഗോൺ എന്ന് പറഞ്ഞൊരു ചരിത്രകാരനുണ്ട്. ആ ചരിത്രകാരൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യേശുവിന്റെ മരണസമയത്ത് കൂരിരുൾ വന്നിട്ട്
ആകാശത്ത് നക്ഷത്രങ്ങളെ പോലും കാണാമായിരുന്നു എന്ന് പറയുന്നത്. ഊരിരുൾ വന്നിട്ട് നക്ഷത്രങ്ങളെ പോലും കാണാമായിരുന്നു. പക്ഷെ യേശുവിന്റെ മരണത്തിന്റെ ആ സമയം പരിശോധിക്കുമ്പോൾ അന്നൊരു അമാവാസി ദിവസമല്ല, അന്ന് ഒരു ഗ്രഹണ ദിവസമൊന്നുമല്ല, അങ്ങനെയുള്ളൊരു സംഭവം, ബഹുലമായിട്ടുള്ളൊരു സംഭവങ്ങളും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ ഒരു ദിവസമായിരുന്നു, ഒരു പെസഹ ദിവസത്തിന്റെ മുന്നോടിയുള്ള ദിവസങ്ങൾ, അടുത്ത ദിവസങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് യേശുവിന്റെ മരണത്തിൽ പ്രപഞ്ചം പോലും വിങ്ങിപ്പൊട്ടി എന്നുള്ളതാണ്. നക്ഷത്രങ്ങളെ കാണായി വന്നു. അത്രത്തോളം ഊരിരുള് അല്ലെ, അത്രത്തോളം ഇരുട്ട്. നക്ഷത്രങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇരുട്ട് അവിടെ വ്യാപരിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇരുട്ട് അവിടെ വ്യാപരിച്ചു. യേശുവിന്റെ മരണത്തിൽ ഇരുട്ട് വ്യാപരിച്ചു. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നു. എന്നിട്ടും യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് ദൈവപുത്രനാണ്, ഇത് ഞങ്ങൾ കാത്തിരിക്കുന്ന മശിയാണല്ലോ ഞങ്ങൾ കൊന്നുകളഞ്ഞതെന്ന് അവർക്കൊന്നും അപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവർക്കൊന്നും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തു? യേശുവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചു. ആമേൻ. നമുക്ക് മറ്റൊരു വേദഭാവം നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായ ലേഖനം കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. 9-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. കൈപ്പടി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും ഇതവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച്. ഇവിടെ എബ്രായ ലേഖനം കർത്താവ് അല്ലെങ്കിൽ എബ്രായ ലേഖനം എഴുതിയ ആള് പൗലോസാണെന്നാണ് പരക്കെ വിശ്വസിക്കുന്നത്. അപ്പോ അദ്ദേഹം പറയാണ്, ദൈവാത്മാവിൽ എഴുതപ്പെട്ട ആ വചനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. യേശു എന്ത് ചെയ്തു? തന്റെ സ്വന്തം രക്തവുമായിട്ട് എവിടേക്ക് പോയി? പിതാവിന്റെ സന്നിധിയിലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അല്ലേ? അതൊന്നും സുവിശേഷത്തിൽ നമ്മൾ നോക്കി കാണില്ല. അത് വെളിപ്പാടിനാൽ എഴുതിയതാണ്. പൗലോസാണെന്നാണ് വിശ്വസിക്കുന്നത് പരക്കെ. പൗലോസിനെ കുറിച്ച് പറയുന്നത് വെളിപ്പാടിനാൽ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ശൂലം കിട്ടിയ ആളാണ്. അത്രത്തോളം വെളിപ്പാടുകൾ കാണുന്ന ഒരാളായിരുന്നു. പൗലോസിനാണ് ഒത്തിരി വെളിപ്പാടുകൾ കിട്ടിയത്. നമ്മുടെ സഭയുടെ ഉപദേശ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ, കർത്തൃമേശ സംബന്ധമായിട്ടുള്ള വിഷയത്തിന് മേലെല്ലാം വെളിപ്പാടുകൾ കിട്ടിയതല്ലേ എഴുതി വെച്ചത്. അല്ലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഏൽപ്പിച്ചത് എന്ത് ചെയ്തെന്നൊക്കെ പറഞ്ഞുള്ള വാക്യങ്ങളൊക്കെ പൗലോസിന് കിട്ടിയ വെളിപ്പാടാണ്. അങ്ങനെ ഒത്തിരി വെളിപ്പാടുകൾ കാണുന്ന ആളായിരുന്നു. അല്ലേ? പരിശുദ്ധാത്മാവിനാൽ ഒത്തിരി വെളിപ്പാടുകൾ കാണുന്ന ആളായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ഈ ലേഖനം കർത്താവിന് വെളിപ്പെടുത്തി. എന്താണ്? യേശു തന്റെ സ്വന്തം രക്തവുമായി ആലയത്തിലേക്ക് കയറി ചെല്ലുന്നു. അതാണ് അതിന്റെ നിയമവശം. അങ്ങനെയാണ്. ഞാൻ ഈ പാപപരിഹാരത്തിന്റെ രക്തവുമായി നമ്മൾ സംഖ്യാപുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഈ പാപപരിഹാരത്തിന് വേണ്ടി അറക്കപ്പെട്ട മൃഗത്തിന്റെ രക്തമായിട്ട് പുരോഹിതൻ എന്ത് ചെയ്യണം? ഞാനൊരിക്കലോട് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ദേവാലയത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് തിരശ്ശീലയുടെ അവിടെ മുന്നിൽ നിന്നുകൊണ്ട്, തിരശ്ശീലയുടെ ആ സൈഡിൽ ധൂപകലശമുണ്ട്, ധൂപകലശത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഇതിനെ തളിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോ അക്ഷരാർത്ഥത്തിൽ എന്താണ്? യേശു തന്റെ രക്തവുമായി പിതാവിന്റെ സന്നിധി, അല്ലെ, സ്വന്തം രക്തവുമായിട്ട്. യേശുവിന്റെ ശരീരത്തിൽ രക്തമൊന്നുമില്ല കേട്ടോ, എല്ലാം ഊറ്റിക്കളഞ്ഞു. എല്ലാം ഊറ്റി, നമുക്ക് വേണ്ടി ഊറ്റി. അല്ലെ, അവസാനത്തോളി വെള്ളം വരെ ചങ്കിന്ന് പുറത്തേക്ക് വന്നെന്ന് പറയണം. അല്ലെ, അവസാനം വെള്ളം വരെ പുറത്തേക്ക് വന്നു. ഈ രക്തമൊന്നുമില്ല. ആമേൻ. അതുപോലും നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരമായി, ഒരു യാഗാർപ്പണമായി തന്റെ രക്തവുമായി പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന യേശുവിനെ നമുക്ക് എബ്രായ ലേഖന കർത്താവ് പരിചയപ്പെടുത്തുകയാണ്. താഴേക്കൊന്ന് വായിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ശുദ്ധി വരുത്തുന്ന എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്താലുള്ള ഒരു ശുദ്ധീകരണം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, അല്ലെ, നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുവാൻ, അല്ലെ, നമ്മുടെ സകല പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിക്കുവാനെല്ലാം യേശുവിന്റെ രക്തം എന്താണ്? പര്യാപ്തമാണ്. നമുക്ക് മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 19 മുതൽ എബ്രായ ലേഖനം. സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി
നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്റെ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെയ്യുക. സ്തോത്രം. മതി, നമുക്കിതൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ടല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എബ്രായ ലേഖനം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പൗലോസ്, ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ എവിടെയല്ല വന്നിരിക്കുന്നത്? സൂര്യരുള്, പർവ്വതം, അല്ലെ? ഒന്ന് എടുത്തു വായിച്ച് ആ വാക്യങ്ങള്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്ന ഒരു വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന വിധത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, അല്ലെ? കൂരിരുട്ട് ഇതിന്റെ മുമ്പിലല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ മുമ്പിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ്? യേശുവിന്റെ മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ പഴയ നിയമപ്രമാണം അനുസരിച്ചാണ് ഇതൊക്കെ പറയുന്നത്, അല്ലെ? മോശ ഈ കൽപ്പനകളൊക്കെ വാങ്ങാൻ നേരത്ത് അങ്ങനെയായിരുന്നു. വലിയ കൂരിരുട്ടും, അല്ലെ? വലിയ ഭീതിജനകമായിരുന്നു. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു ഭീതിജനകമായിരുന്നു. വലിയ മുഴക്കം സംഭവിക്കുന്നു, അവരൊക്കെ ഇങ്ങനെ ഇട്ടത്ത് നിൽക്കുന്നു, അവിടെ പർവ്വതത്തിൽ വലിയ പ്രകാശം വരുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് ഈ പർവ്വതത്തിലേക്ക് ആരടുത്തു വരാൻ പാടില്ല, ആര് പർവ്വതത്തിലേക്ക് കയറാൻ പാടില്ല, അല്ലെ? ഭീതിയോടെ ഇങ്ങനെ ജനം മാറി നിൽക്കുകയാണ്. ദൈവം മോശയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഭീതിയോടെ ജനം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായിത്തീരും പേടിയാണ്. ജനം പേടിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ കർത്താവ് ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നാം വന്നിരിക്കുന്നത് അതിന്റെ മുമ്പിലല്ല, അല്ലേ? ചിലരൊക്കെ പറയും തീ ഇറങ്ങണമേ, അല്ലെ? അതൊക്കെ എഴുതണമേ എന്ന് പറയാറുണ്ട്. പക്ഷെ വചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് അതിന്റെ മുൻപിലല്ല. നിങ്ങൾ വന്നിരിക്കുക താഴേക്കൊന്നു വന്നു. ഭയം വന്നിട്ട് അവര് പറയാണ്, ഇനി ഞങ്ങളോടൊന്നും പറയണ്ട. ഞങ്ങൾ ഇപ്പൊ തന്നെ പേടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയോ? ഭയങ്കരമായ ഒരു കാഴ്ച, ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച. ആമേൻ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭീതിജനകമായ ഒരവസ്ഥയിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? ഒരു ഭീതിയുടെ അടുക്കിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരമ കാരുണ്യവാനായ കർത്താവിന്റെ ചങ്കല ചോര തന്നിട്ട്, മക്കളെ, നിങ്ങളുടെ പാപങ്ങളെയൊക്കെ ഞാൻ ക്ഷമിക്കാം, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരും. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. പഴയ നിയമത്തിന്റെ ദൈവം പറയുന്ന പോലെ ഒരു ഭീതികരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. സ്നേഹസമ്പന്നനായ ദൈവം, സ്നേഹത്തോടെയാണ് ദൈവം ചെയ്യുന്നത്. സ്നേഹത്തോടെയാണ് നമ്മളെ വിളിക്കുന്നത്. സോ നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 23, 24, 25, 26 വാക്യങ്ങളൊന്നും വായിക്കാം. വിശ്വാസം വരുമ്പേ നമ്മെ വഴിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി വധിച്ചു. അപ്പൊ ഈ ന്യായപ്രമാണത്തെ കുറിച്ച് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോശയ്ക്ക് ലഭിച്ച പ്രമാണം, ഈ പ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ ഇട്ടിരിക്കുന്നത്. ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ഒരു വഴി. ആ വഴിയെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം എങ്ങനെയാണ്? ശിശുപാലകൻ, അല്ലെ?
ന്യായപ്രമാണം എന്ന് ഈ യഹൂദന്മാർ ഉയർത്തിപ്പിടിക്കുന്ന വലിയ പ്രമാണം എന്ന് പറഞ്ഞ് മോശയാൽ ഞങ്ങൾക്ക് ദൈവം പ്രമാണം നൽകിയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വലിയ വൻ കാര്യം പോലെ പറയുന്ന കാര്യം പൗലോസ് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സൺഡേ സ്കൂളിലൊരു പുസ്തകമാണ്, അല്ലെ? ശിശുപാലകനായിട്ട്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾ എത്രയോ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? ഇനി പഠിക്കേണ്ട വിഷയങ്ങൾ അത്രയും ഭാരമുള്ള വിഷയങ്ങളല്ല, വളരെ ലഘുവായിട്ടുള്ള വിഷയങ്ങളാണ്. സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് പഠിക്കാൻ പറ്റാത്ത പോലെ തലയൊക്കെ പുകഞ്ഞ് തീയൊക്കെ പോയി പുകയൊക്കെ വരുന്ന അങ്ങനെയാണ്. ഇത് നേരെ തിരിച്ചാണ്, അല്ലെ? ന്യായപ്രമാണത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ 10 തെറ്റി, അല്ലെ? എങ്ങനെയൊക്കെ സൂക്ഷിച്ചൊക്കെ ഈ നമ്മളിങ്ങനെ ഈ പണ്ടൊരു കളിയുണ്ടല്ലോ, ഈ സ്പൂണിൽ നാരങ്ങയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകും, പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ പോകും. എന്താണ്? കെടാതെ പോകണം അല്ലെങ്കിൽ കളയാതെ പോകണം. ഇതായിരുന്നു ന്യായപ്രമാണം. ഇങ്ങനെ കെടാതെ അല്ലെങ്കിൽ താഴെ വീഴാതെ പലരുടെയും നാരങ്ങ തെറിച്ചു പോകുമ്പോൾ നമ്മൾ നാരങ്ങയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ന്യായപ്രമാണം. എവിടെയും സൂക്ഷിച്ചൊക്കെ പോകും, പക്ഷെ പിന്നെ മനസ്സിലാവുന്നു നാരങ്ങ പോയി, അല്ലേ? എല്ലാം പോയി. അപ്പോൾ ദൈവം പറയുന്നു ഒരെണ്ണത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ, അല്ലേ, അതൊരു പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഏറെയായിരുന്നു. യാഗങ്ങൾ കഴിക്കണം, 3 പ്രാവശ്യം മിനിമം, ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും യെരുശലേമിലേക്ക് പോകണം. അവിടെ പെരുന്നാളുണ്ട്, അതൊക്കെ ആഘോഷിക്കണം. അതെല്ലാം ക്ലിയർ ആക്കണം, എല്ലാം പതാകം എല്ലാം കൊടുക്കണം, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, അല്ലേ? എന്നാൽ ഇവിടെ വചനം പറയുന്നു ആ ഒരു ഭാരം നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് എടുത്ത് മാറ്റി. വലിയ, അല്ലെ, ന്യായപ്രമാണത്തിന്റെ വലിയൊരു ഭാരമായിരുന്നു, അല്ലെ? അത് എടുത്ത് മാറ്റിയിട്ട് ക്രിസ്തു എന്ന ഒരു കുഞ്ഞു നുകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് വഹിക്കാവുന്ന ഒരു നുകമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? ക്രിസ്തു എന്നൊരു, അല്ലെ, ചെറിയ ഭാരം പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്തു എന്ന നുകം വഹിക്കുമ്പോൾ ഇന്നില്ല, പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പൗലോസിന്റെ ഒക്കെ കാലഘട്ടങ്ങളിലൊക്കെ ക്രിസ്ത്യാനി എന്നൊക്കെ വിളിച്ചിരുന്നത് ദുഷിച്ചാണ് വിളിച്ചിരുന്നത്. നമ്മളിപ്പോ അഭിമാനത്തോടെയാണ് ആ ക്രിസ്ത്യാനി എന്നൊക്കെ കാണുന്നത്. പക്ഷെ അന്ന് ഏറ്റവും നീചമായി വിളിക്കാവുന്ന ഒരു വേടായിട്ടാണ്. നീയൊക്കെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദുഷിച്ചിട്ടാണ് അവർ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ. ഇന്ന് ക്രൂശ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ക്രൂശ് വലിയ അഭിമാനത്തിന്റെ ഒരു പ്രതീകം, അടയാളമായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് റോമൻ കാലഘട്ടങ്ങളിൽ ക്രൂശ് എന്ന് പറയുന്നത് അടിമകളെ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ്. അടിമകളെ, അല്ലെങ്കിൽ ഏറ്റവും നീചമായ ഒരു അടിമയെ മാത്രമാണ് ശിക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ വിധിക്കാറുള്ളൂ. ക്രൂരമായിട്ട് ക്രൂശിൽ തറച്ചു കൊല്ലാറുള്ളൂ. അപ്പോ അത്രയും താഴേക്ക് പോയി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത്രയും താഴേക്കായിരുന്നു. ഇതിനെല്ലാം എന്ത് ചെയ്തു? ഉയർന്ന മുകളിലേക്ക് വന്നു. ഇപ്പൊ നമ്മിങ്ങനെ അഭിമാനത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ന്യായപ്രമാണം എന്നത് ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ശിശുപാലകനായിട്ട് ഭവിച്ചു. അടുത്ത കാര്യം, അതിന് 25-ാമത്തെ വാക്യം. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. വിശ്വാസം വന്ന ശേഷമോ? എന്ത് വിശ്വാസമാണ്? യേശുവിലുള്ള വിശ്വാസം. വളരെ സിമ്പിൾ ആണ്, അല്ലെ? യേശുവിലുള്ള വിശ്വാസം. യേശുവിലുള്ള വിശ്വാസം, അതിനകത്ത് എല്ലാം ഉണ്ട്. യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്, അല്ലെ? യേശുവിലുള്ള വിശ്വാസം യേശുവിലുള്ള ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് യേശു നമ്മളെ എന്ത് ചെയ്തത്? മക്കളാക്കി മാറ്റി, അല്ലെ? യേശുവിൽ നമ്മൾ വിശ്വസിച്ചു. യേശുവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, യേശുവെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവെ നീയാണ് എൻ്റെ പിതാവ്, അല്ലേ? നീയാണ് എൻ്റെ എല്ലാം. വേറെ നമ്മൾ 10 പൈസ നമ്മൾ അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ടോ? 1 രൂപ, 1 പൈസ നമ്മൾ അതിനു വേണ്ടി മുടക്കിയിട്ടില്ല. ഒന്നും തന്നെ നമ്മൾ മുടക്കിയിട്ടില്ല. ഒരൊറ്റ ചില്ലിക്കാശ് നമ്മൾ മുടക്കിയിട്ടില്ല. കൃപയാൽ നാം എന്ത് ചെയ്തു? മക്കളായി മാറി. കൃപയാൽ നമ്മൾ മക്കളായി മാറിയപ്പോൾ ഇതിനു വേണ്ടി ഒരാൾ വില കൊടുത്തു. ആ വില എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവലയായ യേശുക്രിസ്തു താൻ എന്ത് ചെയ്തു? താൻ യാഗമായി മാറി. അതാണ് ആ വില. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ എന്ത് ചെയ്തു? നാം മനസ്സിലാക്കണം, എനിക്ക് വേണ്ടിയാണ് യേശു യാഗമായി മാറിയത്. എന്നെ നേടുവാൻ വേണ്ടിയാണ് യേശു യാഗമായി മാറിയത്. എന്നെ പാപത്തിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് യേശു യാഗമായി മാറിയത്. എന്റെ ശാപങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു യാഗമായി മാറിയത്. അപ്പോൾ നാം അത് മനസ്സിലാക്കണം, യേശു നമുക്ക് വേണ്ടി വലിയൊരു വിലയാണ് കൊടുത്തിരിക്കുന്നത്. അത് നഷ്ടപ്പെടുമ്പോ വില കൊടുത്തവരൊരു വേദന ഉണ്ടാകും. നാം ആഗ്രഹിച്ചൊരു സാധനം മേടിക്കും, അല്ലെ? നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹമാണ്, എനിക്ക് കാശ് കിട്ടിയിട്ട് വേണം എനിക്കത് മേടിക്കാൻ, അല്ലേ?
നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്. പൈസ കിട്ടിയാൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ച 100 കാര്യങ്ങൾ ഇപ്പൊ തന്നെ വരും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മേടിക്കും. ചിലവിന് പൈസ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. അതിങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ എന്ത് ചെയ്യും? നമുക്ക് അത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച, നാം പ്രതീക്ഷിച്ച, നാം പൈസ മുടക്കി നമ്മൾ മേടിച്ച ആ വസ്തു, അല്ലെങ്കിൽ ആ മേടിച്ച അതെന്താണോ അത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് പിറ്റേ ദിവസം നഷ്ടപ്പെട്ടു പോയാലോ എന്ത് വേദനയായിരിക്കും അല്ലേ? അപ്പൊ എന്ന് പറയുന്നത് പോലെ യേശു തന്റെ ചങ്കിലെ ചോര കൊടുത്താണ് നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ വില അറിഞ്ഞുകൂടാ. നമ്മളതിന്റെ വിലയുടെ ആഴങ്ങൾ നമുക്ക് അത്രയും ചിന്തിച്ചാൽ പോലും നമുക്ക് ചിന്ത എത്താത്ത രീതിയിൽ വളരെ അഗാധമാണത്. അത്രയും വില കൊടുത്ത്, അല്ലെങ്കിൽ തന്റെ ജീവനെ പോലും കൊടുത്ത്, പരസ്യഘോരമായി ആമേൻ നിന്ന പാത്രമായി സകല ശിക്ഷകളും ഏറ്റുവാങ്ങി, സകല ശിക്ഷകളും യേശുവിന്റെ മേൽ ചുമത്തുമ്പോൾ യേശു പ്രതികരിക്കാൻ നിൽക്കാതെ സകലവും എന്ത് ചെയ്തു? താനതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവിയിലേക്ക് തന്റെ ആ ക്രൂശുമായി നടന്നു നീങ്ങുന്ന ഒരു ചിത്രമുണ്ട് സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങളിൽ. സകലവും തന്റെ സകല മാനവരാശിയുടെയും പാപവും ഭാരവും ശാപവും സകലവും ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവ് പോകുന്നത്. അങ്ങനെ കർത്താവ് എന്ത് ചെയ്തു? നമ്മളെയും യേശു സ്വീകരിച്ചു. നമ്മളെയൊക്കെ മകനും മകളുമായിട്ടാണ് നമ്മളെ മാറ്റിയിരിക്കുന്നത് അല്ലേ? മകനും മകളും എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വലിയ കോടീശ്വരനായ ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളോട് പറയാണ്, ഇനി നീയാണ് എൻ്റെ മകൻ, എൻ്റെ സ്വത്തിന് മുഴുവൻ നീയാണ് അവകാശം അല്ലേ? വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്ന സ്വത്താണ് അല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനേകമാണ്. വാഗ്ദത്തങ്ങളും അതിന് അവകാശങ്ങളും ഉണ്ട്. സ്വർഗത്തിലേക്ക് നമ്മുടെ അവകാശത്തോടു കൂടിയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, ഇനി നീയാണ് എൻ്റെ മകൻ, എൻ്റെ സർവ്വസ്വത്തിനും നീയാണ് അവകാശം. അപ്പൊ നമ്മളെ മകനും മകളുമാക്കി യേശു എന്ത് ചെയ്തു? യേശു തീർത്തു. ആമേൻ. അത് തീരുന്നതിന് മുന്നമേ, അങ്ങനെ തീർത്തതിന്റെ പിന്നിലെ ഒരു ചരിത്രം എന്താണ്? അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി ഉടയപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ ആ കഠിനമായ ആ അവസ്ഥയെ ദൈവം എന്ത് ചെയ്തു? അതിനെ എടുത്തു മാറ്റി. എന്നിട്ട് ന്യായപ്രമാണം ആചരിക്കുന്നവരോട് പറഞ്ഞു, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് വരുവാനുള്ള ഒരു വഴി മാത്രമാണ്. നിങ്ങൾ യേശുവിനെ അറിയുക തന്നെ ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഗലാത്യലേഖനവും റോമാലേഖനവും കൂടി ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും അല്ലെ? യേശുവിലേക്ക് വരുവാനുള്ള ഒരു വഴി മാത്രമായിരുന്നു ന്യായപ്രമാണം. പിതാവായ ദൈവം ഏതൻ തോട്ടം മുതലേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് വരുവാൻ, യേശുവിലേക്ക് വരുവാനുള്ള വഴി മാത്രമായിരുന്നു അത്. ആ വഴി, അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? വിശ്വാസം. വിശ്വാസത്താൽ എന്ത് ചെയ്യാം? നമുക്ക് യേശുവിലായി മാറാം, യേശുവിൽ നമുക്കായി മാറാം. നമുക്കറിയാം യേശുവിന്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു? 13 മണിക്കൂറുകളാണ് യേശുവിന്റെ അവസാന മണിക്കൂറുകളായിട്ട് അവൻ വേദപുസ്തകവും ചരിത്രവും പരിചയപ്പെടുത്തുന്ന. ആ 13 മണിക്കൂറുകൾ ഗെത്സമന തോട്ടത്തിൽ ഏകദേശം ഒരു 2 മണിയോടുകൂടി യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം 2 മണിയോടുകൂടി എന്ത് ചെയ്യാണ്? യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവൻ അവിടെ മുതൽ എന്താണ്? യേശുവിനെ പരിഹസിക്കുകയും യേശുവിനെ നിന്ദിക്കുകയും എല്ലാം ചെയ്തിട്ട് യേശുവിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. യൂദാസ് ഒറ്റ കൊടുത്തു. സ്വന്തം കൂട്ടുകാരനെ പോലെ കൂടെ നടന്ന ആളാണ്. കൂട്ടുകാരനെ പോലെയല്ല, കൂട്ടുകാരൻ അല്ലേ? കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ കൂട്ടുകാരൻ കൂടെ നടന്നിട്ട് എന്ത് ചെയ്തു? അവസാനം ആ കൂട്ടുകാരൻ യേശുവിനെ ചതിച്ചു. ഇന്ന് നമ്മുടെ ലോകത്ത് ചില പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയാറുണ്ട് ഇങ്ങനെയുള്ള കുറെ ആളുകളെയൊക്കെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് പണം വെട്ടിച്ചിട്ട് പോയി അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ യൂദാസ് എന്ത് ചെയ്തു? യേശുവിനോട് പറ്റി നിന്ന് ഒരു ചുംബനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തു. 30 വെള്ളിക്കാശും കിട്ടി. അതും കൊണ്ട് എന്ത് ചെയ്തു? താൻ പോയി. യേശു പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യേശു ശരിക്കും ഭൂമിയിലേക്ക് വന്ന എന്തിനാ? നമുക്ക് വേണ്ടി മരിക്കാനാണ് വന്നത് അല്ലേ? നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മരിക്കാൻ വന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത് യൂദാസ് ഒറ്റിക്കൊടുത്തെങ്കിലും യേശു മരിക്കുമായിരുന്നു. പക്ഷേ ഇടയിൽ ചെന്നിട്ട് ആ ശിക്ഷയും കൂടി ഏറ്റുമേടിച്ചു. യൂദാസിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലേക്ക് കയറി അത് മേടിക്കേണ്ട കാര്യമില്ല. അതൊരു ശാപമായിട്ട് തന്റെ ജീവിതം തന്നെ അസ്തമിച്ചു പോയൊരു സന്ദർഭമാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതൊന്നും ഇതിന്റെ ഇടയിലേക്ക് പോയി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓൾറെഡി പ്രവചനവും കിടപ്പുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് പ്രവചനം കിടക്കുന്നത്? ദൈവം ആദിയിൽ തന്നെ അവസാനം പറയുന്നതാണ് പിതാവായ ദൈവം. സമയബന്ധിതനല്ല. ദൈവം സമയബന്ധിതനല്ല. നാം സമയബന്ധിതരായിട്ടാണ് ലോകത്ത് ജീവിക്കുന്നത് അല്ലെ? ദൈവം എന്ന് പറയുന്നത് സമയബന്ധിതനല്ല. സമയം എന്ന് പറയുന്നത് ദൈവത്തിനില്ല അല്ലേ? സമയത്തിന്റെ അകത്തല്ല ദൈവം ജീവിക്കുന്നത്.
അവൻ ആദ്യം തന്നെ അവസാനം അറിയുന്നവനാണ് ദൈവം. അപ്പൊ ആദ്യം കാണുമ്പോൾ തന്നെ അവൻ അവസാനം കൃത്യമായിട്ട് അറിയാം. അതങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയെന്നുള്ളൂ. അവനെന്ത് ചെയ്തു? യൂദാസ് ഒറ്റിക്കൊടുത്തു, യേശുവിനെ അറസ്റ്റ് ചെയ്തു, യേശുവിനെ ആ പഴയ പുരോഹിതനായ ഹന്നാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. രാത്രിയാണ്, ഹന്നാവിന്റെ അടുത്തേക്ക് പോയാണ്, പട്ടാളക്കാരൻ കേട്ട് പോയാണ്. യേശുവിനെ ആ കിട്ടിയ സന്തോഷത്തോടെ പട്ടാളക്കാർ ശകാരിക്കുന്നുണ്ട്, ദേഷ്യത്തോടെ യേശുവിനെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോവുകയാണ്. ഹന്നാവിന്റെ മുമ്പിൽ ചെന്നു. ഹന്നാവ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം കയ്യഫാവിന്റെ അടുത്തേക്കാണ് പിന്നെ കൊണ്ടുപോയത്. കയ്യഫാവായിരുന്നു അന്നത്തെ പുരോഹിതൻ. കയ്യഫാവും യേശുവിനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലേ? അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പത്രോസ് അവിടെ നിൽക്കുകയാണ്. എൻ്റെ ഗുരുവിനെ പിടിച്ചു പോയി. പത്രോസിനോട് ചോദിച്ചു, നീയും ആ മനുഷ്യൻ്റെ ആളല്ലേ, കൂട്ടുകാരനല്ലേ? ഒരിക്കലും അല്ല, ഞാൻ ആ പുള്ളിനെ അറിയുപോലുമില്ല, അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിക്കും നമ്മളാണ് പത്രോസ്, അല്ലേ? നമ്മളാണ് പത്രോസ്. വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ പത്രോസായി മാറുമോ, യൂദാസായി മാറുമോ, അല്ലെങ്കിൽ യേശുവായിട്ട് മാറുമോ, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും? അതൊക്കെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ വെളിപ്പെട്ടു വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്കും അങ്ങനെ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ, എൻ്റെ ചേട്ടനൊക്കെ UP-യിൽ കർത്താവിന് വില ചെയ്യുന്ന ആളാണ്. അതൊക്കെ വലിയ പ്രതികൂലങ്ങളാണ്. നമുക്ക് ഇറങ്ങി പുറത്ത് ഒരാളോട് പോലും സുവിശേഷം പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. വലിയ പ്രതികൂലത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പേര് നമുക്ക് വിശ്വാസം നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യും. അങ്ങനെ യേശുവിനെ എന്ത് ചെയ്തു? കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം എന്ത് ചെയ്തു? സന്നിധി സംഘം 70 പേരുടെ ഒരു മതകോടതിയുണ്ട്. ഇവരൊക്കെ പറഞ്ഞു യേശുവിനെ മതകോടതിയിലേക്ക് കൊണ്ടുപോകാം. ഒരു കോടതിയും രാത്രി കൂടാറില്ല. ഏതെങ്കിലും കോടതി രാത്രി കൂടാറുണ്ടോ? ഇല്ല, ഒരു കോടതിയും കൂടാറില്ല. തിങ്കൾ മുതൽ ചിലപ്പോൾ വെള്ളി വരെയൊക്കെ, അല്ലെങ്കിൽ കൂടി വന്ന ശനി വരെയൊക്കെ കോടതിയുള്ളൂ. പിന്നെ എല്ലാ ഹോളിഡേയ്സും കോടതികളെല്ലാം അവധിയായിരിക്കും. ഇവിടെ യേശുവിനെ പിടിക്കേണ്ട ആ ഒരു കാര്യം സംഭവിച്ചു. യേശുവിനെ പിടിച്ചു. അന്ന് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം പെസഹ പെരുന്നാളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ സമയത്തൊന്നും കോടതി കൂടാറില്ല ശരിക്കും പറഞ്ഞു. കാരണം എല്ലാവരും ബിസി ആയിരിക്കും, അല്ലേ? ചാച്ചന്റെ വീട്ടിൽ പോകും, അമ്മാവിന്റെ വീട്ടിൽ പോകും, അമ്മയുടെ വീട്ടിൽ പോകും. പെസഹ പല വീടുകളിലൊക്കെ കയറി ഇറങ്ങി, അല്ലെങ്കിൽ പലരെയും കാണാൻ പോകും. അങ്ങനെയൊക്കെ എല്ലാവരും ബിസി ആയിരിക്കും. എന്ത് ചെയ്തു? യേശുവിനെ പിടിച്ച സമയത്ത് എന്ത് ചെയ്തു? അർജന്റായിട്ട് ഈ സംഘം കൂടി, അതായത് കോടതി കൂടി. അവൻ കോടതി കൂടാനുള്ള, അപ്പോൾ യേശുവിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ യേശുവിനെ വെച്ചിരിക്കുകയാണ്, നിർത്തിയിരിക്കുകയാണ്. കോടതി കൂടുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പെട്ടെന്നാണ് ക്രമീകരിച്ചത്, വളരെ പെട്ടെന്ന്. 70 പേരും ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. 70 പേരുടെ കോടതിയാണെങ്കിലും അന്ന് 70 പേരും അവിടെ പങ്കെടുത്തു എന്ന് സംശയമാണ്. സാധാരണ പങ്കെടുക്കണം എന്നാണ് നിയമം. പക്ഷെ ആ 70 പേരും പങ്കെടുത്തു നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്ത് ചെയ്തു? കോടതി കൂടിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ കുറ്റം ചുമത്തി. ശരിക്കും ന്യായപ്രമാണത്തിന്റെ ആ ചിട്ടപ്രകാരം, അല്ലെങ്കിൽ അന്നത്തെ മതകോടതിയുടെ വ്യവസ്ഥ പ്രകാരം ഒരാളെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത് വരെ അയാൾ നിരപരാധിയായിരുന്നു. ഇന്നത്തെ കോടതിയും സെയിം അത് തന്നെയാണ്. ഒരാൾ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അയാൾ നിരപരാധിയായിരുന്നു. പക്ഷെ യേശു കുറ്റക്കാരനാണെന്ന് കാണുന്നതിന് മുന്നമേ തൊട്ട് ശിക്ഷാവിധികൾ തുടങ്ങി, അല്ലേ? യേശു കുറ്റക്കാരനാണെന്ന് തെളിയിച്ചിട്ടില്ല. അതിക്ക് മുമ്പേ തന്നെ യേശുവിനെ തല്ലാനും ഇടിക്കാനും കുത്താനും ഒക്കെ തുടങ്ങി. കുറ്റക്കാരനെ തെളിയിച്ചിട്ടില്ല. ഇനി കോടതിയിൽ വന്നാൽ, അന്നത്തെ മതകോടതിയിൽ ഇങ്ങനെയുള്ളൊരു കുറ്റവാളിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുറ്റവാളിക്ക് വേണ്ടി ഒരുത്തൻ അവന്റെ കൂടെ നിന്ന് വാദിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ 70 പേരും നിന്ന് വാദിക്കണം, അല്ലെങ്കിൽ ഇവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുവാനുള്ളൊരു കടമയും ഇവർക്കുണ്ട്. അതിന് ശക്തമായ തെളിവുകളില്ലാതെ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷ വിധിക്കാൻ പാടില്ല. ഒരാളെ മാക്സിമം വിട്ടയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് പിന്നെ അത്രയും തെളിവുകൾ വരുമ്പോഴാണ് അവരെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. തെളിവുകൾ ഉണ്ടെങ്കിൽ, ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. തെളിവുകളുടെ അഭാവമൊക്കെയാണെങ്കിൽ അവന് വിട്ടയക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും യേശുവിന്റെ ന്യായവിസ്താര സമയത്ത് ഒന്നും നടപടിയായില്ല, അല്ലേ? പെട്ടെന്നാണ് കോടതി വിധികൾ. ഇപ്പൊ സാധാരണ നമ്മുടെയൊക്കെ കേരളത്തിൽ തന്നെ ഓരോ കോടതി വിധികളും വരുന്നത് എങ്ങനെയാണ്? വർഷങ്ങളെടുത്ത് കേസ് നടത്തി വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു വിധി വരുന്നത്. പിന്നെ സുപ്രീം കോടതി പോകും, അല്ലെ? വേണമെങ്കിൽ പോകാം. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് പെട്ടെന്ന് എന്ത് ചെയ്തു? യേശുവിനെ അറസ്റ്റ് ചെയ്തു. ഹന്നാവിന്റെ അടുത്ത് കൊണ്ടുവന്നു, കയ്യഫാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. കയ്യഫാവ് എന്ത് ചെയ്തു? കയ്യഫാവ് അന്നത്തെ മതകോടതികൾക്കുള്ള നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതകോടതികൾക്ക് ഒരാളെ കൊല്ലാനുള്ള നിയമമില്ല.
യഹൂദന്മാര് റോമൻ സാമ്രാജ്യത്തിന്റെ അകത്ത് ജീവിക്കുന്നത് കൊണ്ട് യേശുവിനെ കൊല്ലാനോ അല്ലെങ്കിൽ യേശുവിനെ പോലുള്ള ഒരു കുറ്റവാളിയെയും ബറാബാസിനെ പോലും കൊല്ലാൻ അല്ലെങ്കിൽ ആരെയും കൊല്ലാനായിട്ടുള്ള അധികാരം ഈ മതകോടതികൾക്കില്ല. ഇവർ വേറൊരു രാജ്യത്തിന്റെ അണ്ടറിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ഈ കോടതിക്ക് വിധിക്കാം, പക്ഷെ മരണം വിധിക്കാൻ പാടില്ല. അപ്പൊ മരണം വിധിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നേരെ പീലാത്തോസിന്റെ അടുത്തേക്ക് പോയി. പീലാത്തോസ് ആമേൻ മരണം വിധി കൽപ്പിക്കാൻ അല്ലെങ്കിൽ മുദ്ര ചെയ്യുവാൻ ആ ചീട്ടിൽ അല്ലെങ്കിൽ മരണവിധിയുടെ ആ ഒരു ചീട്ടിൽ സീല് വെക്കുവാൻ, ഇവനെ ഇവനെ കൊല്ലുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒപ്പുവെക്കാനുള്ള സീല് വെക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പീലാത്തോസിനാണ്. പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാണ് യേശു. ആ രാത്രി അല്ലെ കന്നാഫിന്റെ അടുത്തേക്ക്, കയ്യപ്പാവിന്റെ അടുത്തേക്ക്, സന്നിധി സംഘത്തിലേക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു. യഹൂദന്മാരുടെ കയ്യിൽ യേശുവിനെ കിട്ടി, ഇനി എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലണം. ഇതാണ് അവരുടെ മനസ്സിലതാണ്. യേശുവിനെ കുറെ നാളായിട്ട് പിടിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? യേശുവിനെ കിട്ടി, ഇനി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? യേശുവിനെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടിയാണ് ഇവർ നടക്കുന്നത്. യേശുവിന്റെ മരണസമയത്ത് തന്നെ അവർ പറയുന്നത് ഇവനെ ക്രൂശിക്കുക, അതായത് ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ ഇവന് കൊടുക്കുക, ഇവനെ എന്ത് ചെയ്യുക? ഇവനെ ക്രൂശിക്കുക. ആ ഒരൊറ്റ സ്വരം മാത്രമേ അവിടെ മുഴങ്ങുന്നുള്ളൂ. എല്ലാവരും കൂടി വന്നു. എല്ലാ പുരോഹിത വർഗത്തിൽപ്പെട്ട പ്രമുഖന്മാരെല്ലാം കൂടെ കൂടി വന്നു. യേശുവിനെ എന്ത് ചെയ്തു? യേശുവിനെ മതകോടതികളിൽ ഹാജരാക്കി അതിശയം പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പീലാത്തോസ് പറഞ്ഞു, ഈ യേശു ഗലീലക്കാരനായിരുന്നു അല്ലെ, ഗലീലക്കാരനായിരുന്നു യേശു. പീലാത്തോസ് എന്ന് പറയുന്നത് യെരുശലേമിന്റെ ഗവർണറായിട്ട് അല്ലെങ്കിൽ യെരുശലേമിന്റെ ആ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായിരുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ രക്ഷിക്കണം എന്നുള്ളൊരു താല്പര്യം പീലാത്തോസിനുണ്ടായിരുന്നു. പീലാത്തോസ് യേശുമായിട്ട് സംസാരിച്ചപ്പോൾ പീലാത്തോസിന് മനസ്സിലായി ഇവൻ എന്താണ്? ഗലീലക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഗലീലയുടെ ഗവർണറുടെ കരങ്ങളിലേക്ക് യേശുവിനെ കൈമാറും അല്ലേ. അങ്ങനെ ഇവര് തമ്മിൽ വലിയ ദോസ്തുക്കളായി. ഇവര് ഭയങ്കര ആജന്മ ശത്രുക്കളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രണ്ട് ഗവർണർമാർ. അപ്പൊ അവരെന്ത് ചെയ്തു? യേശുവിന്റെ മരണം വഴി അവർ കൂട്ടുകാരായി. അപ്പോ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്? ശത്രുവിനെ പോലും നിരപ്പാക്കുന്ന അല്ലെ, അതും അവിടെ സംഭവിക്കുകയാണ്. യേശുവിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പീലാത്തോസ് പറയാണ്, ബറാബാസിനെ വേണോ യേശുവിനെ വേണോ എന്ന് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ബറാബാസിന് മതി. അപ്പോ കൊടും കുറ്റവാളിയായ ഒരു ബറാബാസിനും വേണ്ടി കൂടി യേശു കൊല്ലപ്പെടുകയാണ് അല്ലെ. അന്ന് യെരുശലേമിലുള്ള ഏറ്റവും വലിയ അല്ലെ, ഏറ്റവും ക്രൂരമായിട്ട് ചെയ്ത അല്ലെങ്കിൽ കൊലപാതകത്തിലൊക്കെ പിടിക്കപ്പെട്ട ഏറ്റവും നികൃഷ്ടമായിട്ടൊരാൾ, ആ ആൾക്ക് വേണ്ടി കൂടി പകരം അല്ലെ യേശു അവനും കൂടി പകരമായിട്ടാണ് യേശു ആ ക്രൂശ് വഹിക്കുന്നത്. ബറാബാസിനും കൂടി പകരമായിട്ട് യേശു എന്ത് ചെയ്തു? തന്റെ ക്രൂശ് വഹിക്കുകയാണ്. അതും കൂടി യേശു ഏറ്റെടുക്കുകയാണ് അല്ലെ. പലരെയും ഒന്നിപ്പിച്ചു. ആ മരണത്തിൽ തന്നെ പല നേതാക്കന്മാരും ഒന്നായി സ്വത്രം യേശുവിനെ ക്രൂശിക്കുവാൻ പിന്നെയും കൊണ്ടുപോവുകയാണ്. 7 മണിക്കൂറുകൾ നീണ്ട ന്യായവിസ്താരം. അപ്പോഴേക്കും നേരം വെളുത്തു. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. വിസ്താരമൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ഒരു കോടതിയും അന്നത്തെ ആ ചരിത്രരേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കോടതിയും അങ്ങനെയുള്ള ശിക്ഷാവിധികളൊന്നും നടപ്പാക്കിയിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കൊണ്ടൊന്നും ഒരാളെയും കുറ്റം വിധിച്ച് ശിക്ഷ കൊടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? യേശുവിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യേശു വാസ്തവത്തിൽ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമായിരുന്നു അല്ലെ. യഹോവയ്ക്ക് പ്രസാദമായിരുന്നു അവനെ തകർത്ത് കളയാൻ. എന്തുകൊണ്ടാണ് അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്? മാനവരാശിയുടെ പാപം. ദൈവം ന്യായാധിപതിയാണ്, അപ്പൊ തന്നെ സ്നേഹമുള്ള പിതാവും കൂടിയാണ്. ഏദൻ തോട്ടത്തിൽ തന്റെ മക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോ അവരെ ശിക്ഷിക്കണം. കാരണം അവരെന്ത് ചെയ്തു? അവര് നിത്യമായ ഒരു ശിക്ഷാവിധിക്കാണ് അവര് അകപ്പെട്ടു പോയിരിക്കുന്നത്. പക്ഷെ അവരെ ശിക്ഷിക്കണം. ഇനി അവരിൽ വരുന്ന വംശപരമ്പരകളെല്ലാം ഈ പാപത്തിന് കീഴിലായി പോകും. അപ്പൊ അവരെ രക്ഷിക്കണം, ഇവരെ ശിക്ഷിക്കണം, അവരെ രക്ഷിക്കണം. ഇതെല്ലാം ദൈവത്തിന്റെ ന്യായാധിപ ബോധത്തിൽ എന്താണ്? ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് ഇത് ശിക്ഷ വിധിക്കുകയും ചെയ്യണം, ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യണം. പക്ഷെ അപ്പൊ തന്നെ ദൈവം ആരാണ്? സ്നേഹമുള്ള ഒരു പിതാവും കൂടിയാണ്
അല്ലെ, സ്നേഹിക്കുവാൻ അറിയുന്ന ഒരു ഹൃദയമുള്ള ഒരു പിതാവാണ്. അതുകൊണ്ടൊന്നും മാനവരാശിയെ പൂർണ്ണമായിട്ടൊന്നും ഒടുക്കിക്കളഞ്ഞില്ല. വേണമെങ്കിൽ ദൈവത്തിന് കാര്യം ചെയ്യായിരുന്നു, യാദവും ഹവ്വനും എന്തായാലും ഇവര് നശിച്ചു പോയി എന്ന് ഇവരെ അങ്ങനെ വെട്ടിക്കൊന്നു കളഞ്ഞിട്ട് അടുത്തൊരു ആദാമിനെ ഹവ്വയും ഉണ്ടാക്കിയ പോലെയായിരുന്നോ? ദൈവം അത് ചെയ്തില്ല. ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ സ്നേഹിക്കുന്നു, അല്ലെ, സ്നേഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇതുപോലെ വെട്ടിപ്പറിച്ച് കളയാവുന്ന എത്രയോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പ്രസംഗിക്കുന്ന ഞാനടക്കം എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പക്ഷെ നമ്മളൊക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയുമാണ്, അല്ലെ. ആ കൃപയില്ലെങ്കിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒടുങ്ങിപ്പോയാലും. അപ്പോ ഏതൻ തോട്ടത്തിൽ അവർ പാപം ചെയ്തു, അല്ലെങ്കിൽ ഏതനിൽ പാപം സംഭവിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് അവരെ വീണ്ടെടുക്കണം, മാനവരാശിയെ മുഴുവനും വീണ്ടെടുക്കണം. പാപം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തലമുറയിലേക്ക് കൈമാറി. രണ്ടാമത്തെ ജനറേഷൻ ആയി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ അനിയനെ തല്ലിക്കൊന്നു, അല്ലേ. ഒരുപാട് മുന്നോട്ട് പോയില്ല. അടുത്തൊരു ജനറേഷൻ വന്നപ്പോഴേക്കും ഇത് വഷളായി മാറി, അല്ലെ. പിന്നീട് കാലഘട്ടങ്ങൾ പോകുന്നത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എന്താണ്? നമ്മളെ വീണ്ടെടുക്കണം, അല്ലെങ്കിൽ ഈ മാനവരാശിയെ മുഴുവനും എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. അതിന് ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചിട്ട് ആ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തതാരാണ്? കർത്താവ് തന്നെ വന്ന് ഏറ്റെടുത്തു. ന്യായാധിപതിയായ ദൈവം മാനവരാശിക്ക് ശിക്ഷ വിധിച്ചു. യേശു എന്ത് ചെയ്തു? യേശു ബെത്ലഹേമിൽ മനുഷ്യനായി പിറന്ന് ഈ ശിക്ഷ മുഴുവനും തന്റെ തോളിൽ ഏറ്റെടുത്തു, അല്ലെങ്കിൽ താൻ സ്വയമായിട്ട് ഇതെല്ലാം ഏറ്റെടുത്തു. എല്ലാ ശിക്ഷയും ദൈവം ഏറ്റെടുത്തു. അവൻ ശിക്ഷ വിധിച്ചത് ദൈവം തന്നെ. ആ ശിക്ഷ നാം ഏൽക്കേണ്ട സ്ഥാനത്ത് നാം ഏൽക്കാതെ വണ്ണം ആ ശിക്ഷ എന്ത് ചെയ്തു? ആ ശിക്ഷ സ്വയം ഏറ്റെടുത്തിട്ട് അവൻ യേശു കാൽവരിയിലേക്ക് ആ ക്രൂശുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: യേശു പലപ്പോഴും ഈ ക്രൂശുമായിട്ട് വീണപ്പോ, കാരണം ശരീരം ആകെ തളർന്നു, അടികൊണ്ട്, അല്ലെ, ഉഴവുചാൽ പോലെ അവന്റെ പുറം മുഴുവനും, ശരീരം മുഴുവനും കീറി മുറിഞ്ഞിരിക്കുകയാണ്, അവശതയായി, രക്തം, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ ശരീരത്തിൽ നിന്ന്. പലപ്പോഴും യേശു നടക്കാൻ പോലും ത്രാണിയില്ല. അതുകൊണ്ടാണ് ശീമോനെ ക്രൂശിച്ചു മുപ്പാൻ പോലും ഈ റോമൻ പട്ടാളം ശീമോനെ ക്രൂശിച്ചു മുപ്പാൻ പോലും അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ്. കാരണം ഇത് കാൽവരിയിലേക്ക് എത്തൂല, അതിക്ക് മുമ്പേ തീർന്നു പോകും. ആ ഒരു സ്റ്റേജാണ് യേശുവിന്റെ. അതുപോലെ യേശുവിന്റെ ശരീരത്തിൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി നാം ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ പകരക്കാരനായി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് യേശു. അപ്പൊ എന്ത് ചെയ്തു? ശീമോൻ അതിന് പകരം ക്രൂശ് മുപ്പാനായിട്ട് ഏൽപ്പിച്ചു. കുറച്ച് പുള്ളി വധിച്ചു. പിന്നെയും യേശു ക്രൂശിനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് ക്രൂശുമായിട്ടൊക്കെ വീഴുമ്പോ പിന്നെ ക്രൂശിലേക്ക് തന്നെ യേശു അടുത്ത് ചെന്നു എന്നാ പറയുന്നത്. ക്രൂശുമായിട്ടൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ ക്രൂശ് ഇങ്ങോട്ട് പോകും, യേശു ഇങ്ങോട്ട് ചിലപ്പോൾ വീഴും. അപ്പൊ ചരിത്രം പറയുന്നത് എന്നിട്ടും യേശു എന്ത് ചെയ്തു? എഴുന്നേക്കാനുള്ള ശക്തി ശരീരത്തിനില്ലെങ്കിലും പിന്നെയും ഈ ക്രൂശ് ചുമക്കാൻ വേണ്ടി, അല്ലെ, ഈ ക്രൂശ് ചുമക്കാൻ വേണ്ടി ക്രൂശിന്റെ അരികിലേക്ക് അടുത്തു വന്ന് ക്രൂശിനെ പൊക്കുവാൻ, അല്ലെ. അപ്പൊ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, പാപത്തിൽ അകപ്പെട്ട നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ ക്രൂശിനെ സ്നേഹിച്ചു. അന്ന് ലോകം, ലോകത്തിന് അന്ന് യഹൂദന്മാർക്ക് യേശുവിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ശിക്ഷാവിധി ഏതായിരുന്നു? ക്രൂശ് മരണം. അത് യേശുവിന് വിധിച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? അത് സ്വയം സ്വീകരിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കുവാൻ, അല്ലെ, എന്റെ മക്കളെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ അകപ്പെട്ട എന്റെ പിള്ളേരെ വീണ്ടെടുക്കുവാൻ യേശു എന്ത് ചെയ്തു? പകരക്കാരനായി മാറി. യേശു സകലവും സഹിച്ചു. നമുക്ക് നമ്മുടെ സങ്കീർത്തനങ്ങളിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. എന്ത് ചെയ്തു? സ്തോത്രം. അതിന്റെ അവസാനത്തെ വാക്യങ്ങൾ 11ഉം 12ഉം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം എന്റെ പരിചയമാണ്. പരിചയയുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവര്? പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന് പോകുമ്പോ തടുക്കും, അല്ലെ. അമ്പ് വന്നാൽ അതിനെ തടുക്കും, കുന്തം വന്നാൽ അതിനെ തടുക്കും, വാളുകൊണ്ട് വെട്ട് വന്നാൽ അതിനെ തടുക്കും. നമുക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം ദൈവം ഇടിവിൽ നിന്നു, അല്ലെ. നമ്മൾ തകർന്നു പോകുന്ന സ്ഥാനത്തൊക്കെ ശീമോനോട് ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ശീമോനെ, അല്ലെ, നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റിക്കളയാൻ ശത്രു പിശാച് വന്ന് അനുവാദം ചോദിക്കും. ഡെയിലി വന്ന് ചോദിക്കും, അല്ലെ. നമ്മുടെയൊക്കെ പേര് പറഞ്ഞിട്ട് വന്ന് ചോദിക്കും:
ജോമോനെ ഒന്ന് പാറ്റണം. അവരങ്ങനെ നിൽക്കുന്നത് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. മോനെ പാറ്റണം. നമ്മുടെയൊക്കെ പേര് പറഞ്ഞ് കർത്താവിനോട് പരാതിയാണ് പുള്ളി പാറ്റാൻ വേണ്ടി. അപ്പൊ കർത്താവ് എന്ത് ചെയ്യും? ഒരിക്കലും സമ്മതിക്കില്ല, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ എത്രയോ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയി. നമ്മൾ ഇതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. എത്രയോ പ്രാവശ്യം നമ്മളെയൊക്കെ പാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും ഇല്ല സത്യത്തിൽ, അല്ലേ? നമ്മൾ അതോടെ തീർന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഒരു പരിച പോലെ ഇടിവിൽ നിന്നു, അല്ലേ? പ്രതിബന്ധങ്ങൾക്ക് നടുവിൽ ഇടിവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കർത്താവ് ചോദിക്കുന്നത്, കർത്താവ് എനിക്കൊന്നും നീ ചെയ്യുന്നില്ലല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. എത്രയോ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലേ? സ്തോത്രം. അവൻ എന്ത് ചെയ്യുന്നു? അവൻ സൂര്യനാണ്, എൻ്റെ വെട്ടമാണ്, എൻ്റെ വെളിച്ചമാണ്, അല്ലേ? അവനെന്താണ്? കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കു വരുത്തുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോ ഈ സങ്കീർത്തനത്തിലെ 2 ഭാഗ്യവാന്മാരെ നമ്മൾ കണ്ടു. ഒടുവിലത്തെ ഭാഗ്യവാനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകരം നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ദൈവമേ, എന്തു വന്നാലും ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ദൈവമായിരിക്കും എൻ്റെ ആശ്രയം, ദൈവം തന്നെയായിരിക്കും എൻ്റെ ആശ്രയം. അങ്ങനെ പറയാൻ പറ്റുമോ? എന്തു വന്നാലും യഹോവയിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രഭുക്കന്മാരിലും മനുഷ്യപുത്രന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കുന്നതിനേക്കാൾ, അല്ലേ? അവരിൽ ആശ്രയിക്കേണ്ടെന്നല്ല, അവരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഒരു വാക്കുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നു. യേശുവേ, ആലയത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ദാവീദിന് തന്റെ പ്രാർത്ഥനയായി മാറിയപ്പോൾ, കോരഹപുത്രന്മാർ ആഗ്രഹത്തോടെ അതിനെ നോക്കിക്കണ്ടപ്പോൾ, പുതിയ നിയമത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഹന്ന എന്ന് പറയുന്ന ആ മാതാവ് തന്റെ ജീവിതത്തിന് അനുഭവമായി മാറ്റിയപ്പോൾ, ഈ കാലങ്ങളിലും കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ദേഹമെന്ന തിരശീല ചീന്തി ഞങ്ങൾക്കൊരു പുതിയ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നല്ലോ. പുതിയ നിയമം കർത്താവെ ഞങ്ങൾ പഠിക്കുമ്പോൾ, ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, പത്രോസിന്റെ ലേഖനം ഞങ്ങൾ വായിക്കുമ്പോൾ, കർത്താവെ രാജകീയ പുരോഹിതരായ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രാജാവിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ. കർത്താവെ, ഭൂമിയിലുള്ള ഏതു മഹാപുരോഹിതനേക്കാളും ഉന്നതമായ ഒരു പദവി രാജകീയ പുരോഹിത വർഗത്തിലെ ഒരു പുരോഹിതനാണ്. അവിടെ ഞങ്ങളെ മാറ്റിയ ലോകത്താണ്. അനേക ദൈവമക്കൾ ആ വിശുദ്ധ സ്ഥലത്തേക്ക് കണ്ണു നട്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഈ പുതിയ നിയമത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആ കൃപാസനത്തേക്ക് അരികത്തേക്കാണ് ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാൻ ആ നിലകളിലാണ് ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ഭാരമുള്ള ഒരു മുഖത്തിന്റെ കീഴിലല്ല, ക്രിസ്തുവെന്ന ആ സൗമ്യതയും താഴ്മതയും ഉള്ള ആ കർത്താവിന്റെ വചനത്തിന്റെ കീഴിൽ, ആ കർത്താവിന്റെ കരത്തിന്റെ കീഴിലാണ് ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. വിശ്വാസം എന്ന ഒറ്റക്കാര്യത്താൽ ദൈവം ഞങ്ങളെ മക്കളാക്കി മാറ്റി. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് നിത്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളുടെ കണ്ണുനീരുകൾ ഞങ്ങൾക്ക് ഭൂമിയിലുണ്ടെങ്കിലും, ദുഃഖങ്ങൾ ഈ ഭൂമിയിൽ പലപ്പോഴും ഞങ്ങൾക്കുണ്ടെങ്കിലും, മുറവിളികളുണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും, വേദനകളുണ്ടെങ്കിലും, കർത്താവ് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഇതെല്ലാം കർത്താവെ ഞൊടിയിടയിൽ കഴിഞ്ഞു പോകും. ഇതെല്ലാം മാറുന്നൊരു ദിവസമുണ്ട്, ഒരു ഉയർപ്പിൻ സുപ്രഭാതം. കർത്താവെ, അത് വിരിയുമ്പോൾ ഞങ്ങളും ആ യേശുവിനോടും കൂടെ നിത്യത്തിലേക്ക് ചേർക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും അവിടുത്തെ അവസരങ്ങളെ നൽകിയതിനായി സ്തോത്രം. അങ്ങനെ വചനപ്രകാരം ജീവിപ്പാൻ പിന്നെയും ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനം പോലെ ഉദാഹരണങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം കേൾക്കണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോടും സഭയോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.